وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم تكون السماء كالمحل وتكون الجبال كالعهن ولا يسأل حميم حميما يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه كلا إنها لظى نزاعة للشوى تدعو من أدبر وتولى وجمع فأوعى. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു പൂർണ്ണമായ ശമനവും ശാന്തിയും പരിഹാരവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹിക്കാൻ കഴിയാത്ത വേദനകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ ഏവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. 70-ാം അധ്യായമായ സൂറത്തുൽ മആരിജാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 7 ആയത്തുകൾ നാം പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് 8 മുതൽ 18 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയത് അന്ത്യനാളിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രബോധിത സമൂഹത്തോട് വിശദീകരിച്ചപ്പോൾ, താക്കീത് നൽകിയപ്പോൾ അതവർ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, പരിഹാസത്തിൻ്റെ ചോദ്യങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പരിഹാസത്തോടുകൂടെ എപ്പോഴാണ് ഈ അന്ത്യനാൾ ഉണ്ടാവുക, ഉണ്ടെങ്കിൽ അതൊന്ന് ഞങ്ങൾ കാണട്ടെ എന്ന വളരെ മോശമായ രീതിയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടിയായി പറഞ്ഞു, തീർച്ചയായും ആ സംഭവം, ആ ശിക്ഷ അത് വരിക തന്നെ ചെയ്യും. ആ ശിക്ഷ വന്നാൽ പിന്നീട് ഒരിക്കലും അവിശ്വാസികളാകുന്ന ആളുകൾക്ക് അതിനെ തടുത്തു നിർത്താൻ കഴിയില്ല. ഇത്തരം ചോദ്യങ്ങളും പരിഹാസങ്ങളും ശത്രുക്കളിൽ നിന്നുണ്ടാകുമ്പോൾ നബിയെ പൂർണ്ണമായി നല്ല നിലക്ക് ക്ഷമിക്കാൻ അങ്ങേക്ക് കഴിയണം. ആ ഭയാനകരമായ ദിവസത്തെ ഒരുപാട് വിദൂരമായിട്ടാണ് അവിശ്വാസികൾ കാണുന്നത്. എന്നാൽ വിശ്വാസികൾ ആ ഒരു ദിവസം ഏറെ അടുത്തായിട്ടാണ് കാണുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയതിന് ശേഷം അന്ത്യനാളിൽ വരാനിരിക്കുന്ന അതിൻ്റെ ഭയാനകതയെക്കുറിച്ച്, അതിൻ്റെ ഗൗരവത്തിനെക്കുറിച്ച് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് തുടർന്നുള്ള ആയത്തുകളിൽ. യൗമ തകൂനു സ്സമാഉ കൽമുഹ്ൽ. യൗമ തകൂനു, അന്ത്യനാളിനെ കുറിച്ചാണ് ദിവസം എന്ന് പറയുന്നത്. ഇവിടെ യൗമ തകൂനു, ആയിത്തീരുന്ന ദിവസം, ആ ദിവസമായിത്തീരുന്നതാണ്
അസ്സമാഉ ആകാശം ഏതുപോലെ കൽമുഹില് എണ്ണക്കീടം പോലെ, ലോഹദ്രാവകം പോലെ ആ ദിവസം ആയിത്തീരും. അന്ത്യനാള് അപ്പോഴാണ് സംഭവിക്കുക എന്നാണ് അള്ളാഹു പറയുന്നത്. ആകാശം എന്തുപോലെയാകും? കൽമുഹില്, ലോഹദ്രാവകം പോലെ ആയിത്തീരുന്നതാണ്. ആകാശത്തിന്റെ അവസ്ഥ അതാണെങ്കിൽ വതകൂനുൽ ജിബാലു, പർവ്വതങ്ങളായി തീരും, കൽ അഹിൻ, കടഞ്ഞ രോമം പോലെ, കടഞ്ഞ രോമം പോലെ പർവ്വതങ്ങളും ആയിത്തീരും. എല്ലാം തകർന്ന് തരിപ്പണമാകുമെന്നർത്ഥം. ആകാശവും പർവ്വതങ്ങളെല്ലാം വളരെ നിസാരമായ രീതിയിൽ കടഞ്ഞ പഞ്ഞി പോലെ, രോമം പോലെ ആയിത്തീരുന്നതാണ് പർവ്വതങ്ങൾ. എന്നിട്ട് അല്ലാഹു പറയാ, ആ ദിവസം വലാ യസ്അലു ഹമീമുൻ ഹമീമാ, പർവ്വതങ്ങൾ കടഞ്ഞ രോമം പോലെയും ആകാശം എണ്ണക്കീടം പോലെയും ആയി കഴിഞ്ഞാൽ, അന്ത്യനാളങ്ങ് വന്നു കഴിഞ്ഞാൽ, വലാ യസ്അലു, ചോദിക്കുകയില്ല, ഹമീമുൻ, ഏറ്റവും അടുത്ത ഒരു ചങ്ങാതിയും ചോദിക്കുകയില്ല, ഹമീമൻ, ഉറ്റ ചങ്ങാതിയോട്. ഒരു ചങ്ങാതിയോട് ഒന്നും ചോദിക്കില്ല, ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഇപ്പൊ സാധാരണ സോഷ്യൽ മീഡിയകളിൽ നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരന്റെ വിവരം അറിഞ്ഞിട്ടില്ലെങ്കിൽ വല്ലാത്ത ഒരു പൊറുതികേടാണ്. എന്നും അവനെ കാണണം, എന്നും അവന്റെ സംസാരം കേൾക്കണം, എന്നും അവനുമായി ചാറ്റ് ചെയ്യണം. അത്രയും പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. പക്ഷേ ആ കൂട്ടുകാരനോട് പോലും ഒരു വാക്ക് പോലും ഉരിയാടാത്ത ദിവസമാണത്. ഒന്നും ചോദിക്കുകയില്ല, ഒന്നും മിണ്ടുകയില്ല. യുബസ്വറൂനഹും, ഏറ്റവും ഉറ്റ മിത്രമാണ്, ഏറ്റവും ഉറ്റ കൂട്ടുകാരനാണ്, ഉറ്റ ബന്ധുവാണ്. പക്ഷേ ഒരു ചോദ്യവും ഇല്ല, പരസ്പരം മിണ്ടുന്നില്ല. യുബസ്വറൂനഹും, അവർക്ക് അവരെ കാണിച്ചു കൊടുക്കപ്പെടും. ആ കൂട്ടുകാരനെ അല്ലെങ്കിൽ ആ ഉറ്റ ബന്ധുവിനെ അവന്റെ മുമ്പിൽ ഹാജരാക്കി അവനക്ക് നേരെ കാണിച്ചു കൊടുക്കും. നേരെ അവൻ കാണും. ഞാൻ നിങ്ങളൊക്കെ നമ്മുടെ ആ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണും. യുബസ്വറൂനഹും, അവർക്ക് അവരെ കാണിക്കപ്പെടും. എന്നാലും നേരെ കണ്ടാൽ പോലും വലാ യസ്അലു ഹമീമുൻ ഹമീമ, ഒരു ഉരിയാടലും ഉണ്ടാവുകയില്ല, ഒന്നും ചോദിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ അവിടെ ഓരോരുത്തരും സ്വന്തത്തെക്കുറിച്ച് മാത്രമേ ആലോചനയുണ്ടാവുകയുള്ളൂ. യൗമ യദ്ഉ ആദമും വഅംബിയാ നഫ്സി നഫ്സി നഫ്സിയാ, ആ ദിവസം ഒരാളെക്കുറിച്ചും ഒരു ചിന്തയുമില്ല. ബാപ്പയെക്കുറിച്ചോ, ഉമ്മയെക്കുറിച്ചോ, ഭാര്യയെക്കുറിച്ചോ, ഭർത്താവിനെ കുറിച്ചോ, മക്കളെക്കുറിച്ചോ, കൂട്ടുകുടുംബങ്ങളെക്കുറിച്ചോ, ഇഷ്ടപ്പെട്ട കൂട്ടുകാരെക്കുറിച്ചോ ഇല്ല. ഒരാളെക്കുറിച്ചും ഒരു ആലോചനയുമില്ല, ഒരു ചിന്തയുമില്ല. അവരെന്തോ ആകട്ടെ, എല്ലാവർക്കും ചിന്ത സ്വന്തത്തെക്കുറിച്ച് മാത്രമായിരിക്കും. എൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ എങ്ങനെയാണ്? ഞാൻ എവിടെ രക്ഷ ഉണ്ടാവുമോ? അല്ല, എനിക്ക് ശിക്ഷയാണോ ഉണ്ടാവുക? സ്വന്തത്തെക്കുറിച്ച് മാത്രമേ എല്ലാവരും ആലോചിക്കുകയുള്ളൂ. നേരെ കണ്ടാൽ പോലും മിണ്ടുകയോ അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുകയോ ചെയ്യുകയില്ലെന്ന് മാത്രമല്ല, വീണ്ടും അല്ലാഹു പറയാ, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബ്, യവദ്ദു, ആഗ്രഹിക്കും, യവദ്ദു, മോഹിച്ചു പോകും, അൽ മുജ്രിമു, പാപികളാകുന്ന ആളുകൾ, ദുനിയാവിൽ നിന്ന് അള്ളാഹുവിനെ അംഗീകരിക്കാതെ തോന്നിവാസികളായി ജീവിച്ച ആളുകൾ, യവദ്ദു, അവരാഗ്രഹിക്കും, അവർ കൊതിച്ചു പോകും. എന്താ കൊതിക്കുന്നത്? പരലോകത്തുനിന്ന് അവർ കൊതിക്കും. എന്ത്? യഫ്തദീ, അവൻ മോചനം നേടിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദണ്ഡം നൽകാമായിരുന്നുവെങ്കിൽ, എന്തെങ്കിലും ഒരു പാരിതോഷികം, ഒരു പകരം കൊടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നുവെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു പോകും. മിൻ അദാബ്, ശിക്ഷയിൽ നിന്നും. അവിടെ അനുഭവിക്കുന്ന സഹിക്കാൻ കഴിയാത്ത ആ ശിക്ഷയിൽ നിന്ന് എന്തെങ്കിലും ഒരു ദണ്ഡം നൽകിയിട്ട് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് അവരാലോചിക്കും. യൗമഇദിൻ, അന്നത്തെ ആ ദിവസം. എന്തിനെയാ അവർ ദണ്ഡം കൊടുക്കാൻ ആഗ്രഹിക്കുക? ബിബനീഹി, തന്റെ മക്കളെ കൊണ്ട്. താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, തന്റെ കണ്ണിലുണ്ണികളായി നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ
മോചനദ്രവ്യമായി അല്ലെങ്കിൽ ദണ്ഡമായി പകരം കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ യവദ്ദുൽ മുജ്രിമു, കുറ്റവാളികളാകുന്ന ആളുകൾ ആഗ്രഹിച്ചു പോകും. അത്രയും ഭയാനകരമായിരിക്കും നാളെ പരലോകത്തെ ശിക്ഷകൾ, അവിടുത്തെ ശിക്ഷാമുറകൾ എന്നാണ് അള്ളാഹു തആല പറയുന്നത്. വസ്വാഹിബതിഹി വഅഖീം, അന്നത്തെ ആ ദിവസത്തിൽ കുറ്റവാളികൾ ആഗ്രഹിക്കും, ഞാൻ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പ്രായശ്ചിത്തമായി തന്റെ മക്കളെ കൊണ്ട് അന്നത്തെ ശിക്ഷയിൽ നിന്ന് മോചനം നേടാൻ സാധിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. മക്കളെ കൊടുത്തുകൊണ്ട് പകരം മക്കളെ കൊടുത്തുകൊണ്ട് ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്നവരാഗ്രഹിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കൾ പോയാലും വേണ്ടില്ല, എനിക്ക് രക്ഷപ്പെടണം എന്ന ചിന്തയായിരിക്കും അവർക്കുണ്ടാവുക. മാത്രവുമല്ല വസ്വാഹിബതിഹി വഅഖീം, മക്കളെ മാത്രമല്ല തന്റെ സഹധർമ്മിണിയെയും, സ്വാഹിബത്ത് തന്റെ കൂട്ടുകാരി അല്ലെങ്കിൽ തന്റെ സഹധർമ്മിണി ഭാര്യ, അവളെ ഞാൻ പകരം കൊടുത്തുകൊള്ളാം, ഈ ശിക്ഷയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെട്ടാൽ മതി എന്നാഗ്രഹിക്കും. വഅഖീഹി, തന്റെ സഹോദരനെയും തന്റെ ജ്യേഷ്ഠനെ കൊടുക്കാൻ തയ്യാറാണ്, തന്റെ അനുജനെ കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ എനിക്ക് എൻ്റെ ഈ ശിക്ഷയിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നവൻ ആഗ്രഹിച്ചു പോകും. മാത്രവുമല്ല ഫസ്വീലത്ത്, അവന്റെ ബന്ധു കുടുംബങ്ങളെയും അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവനിക്ക് അത്താണിയായി മാറിയ അല്ലതി തുവി, അവന്റെ അഭയം നൽകുന്ന നമുക്ക് അഭയം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുടുംബം, നമുക്ക് അത്താണിയായി മാറുന്ന നമ്മുടെ കുടുംബം, ആ കുടുംബത്തെയും കൊടുക്കാൻ തയ്യാറാണ് പ്രായശ്ചിത്തമായി. അപ്പൊ കുടുംബത്തെയും ഭാര്യയെയും ഇണകളെയും സഹോദരനെയും അതേ പ്രകാരം സഹധർമ്മിണിയെയും മക്കളെയും എല്ലാം പകരമായി പ്രായശ്ചിത്തം ചെയ്തു കൊടുത്തുകൊണ്ടെങ്കിലും ആ ഭയാനകരമായ ആ ദിവസം ശിക്ഷയിൽ നിന്ന് മോചനം കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് അവരാഗ്രഹിച്ചു പോകും. മാത്രല്ല വീണ്ടും അല്ല പറയാ, അതൊക്കെ കൊടുത്താലും രക്ഷപ്പെടാൻ കഴിയോ? ഇല്ല. പകരം കൊടുക്കാൻ കഴിയോ? അതുമില്ല. പക്ഷേ ഇവർ ആഗ്രഹിച്ചു പോകും, ഇതൊക്കെ കൊടുത്താലും വേണ്ടില്ല, എനിക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതി. ഭൂമിയിലുള്ള എല്ലാവരെയും ജമീഅൻ, അവരെ മുഴുവനും, വമൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരെയും ജമീഅൻ, മുഴുവനും, ഭൂമിയിലുള്ള എല്ലാവരെയും പകരം കൊടുത്തിട്ട് സുമ്മ യുൻജീഹി, അതവനെ രക്ഷപ്പെടുത്തിയിരുന്നുവെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു പോകും. യുൻജീഹി, അതവനെ രക്ഷപ്പെടുത്തിയിരുന്നുവെങ്കിൽ, ഭൂമിയിലുള്ളവരെ മുഴുവനും കൊണ്ടും പ്രായശ്ചിത്തം കൊടുത്തിട്ടെങ്കിലും അതവനെ രക്ഷപ്പെടുത്തിയെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് യവദ്ദുൽ മുജ്രിമു, മുജ്രിമീങ്ങളാകുന്ന ആളുകൾ കൊതിച്ചു പോകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുജ്രിമീങ്ങളാകരുത്, നമ്മൾ കുറ്റവാളികളാകരുത്, മഹാപാപികളാകരുത്. അള്ളാഹുവിന്റെ കൽപ്പനകളെ പുല്ല് വില കൽപ്പിക്കാതെ മാറ്റി നിർത്തുന്നവരാകരുത്. റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. റബ്ബിനെ അനുസരിക്കാതെ വിശുദ്ധമായ ദീനിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അതിന് ഒരു വിലയും കൊടുക്കാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മൾ മുജ്രിമീങ്ങളായി മാറും, കുറ്റവാളികളായി മാറും, തമ്മാടികളായി മാറും. അങ്ങനെ കുറ്റവാളികളായാൽ നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബിന്റെ ശിക്ഷകൾ ഇങ്ങനെ കാണുമ്പോ, അത് അനുഭവിക്കുമ്പോ ആഗ്രഹിച്ചു പോകുമെന്നാണ്. പക്ഷെ വല്ല കാര്യമുണ്ടോ? വെറും കൊതി മാത്രമായിരിക്കും, വെറും അവന്റെ ഒരു മോഹം മാത്രമായിരിക്കും അത്. ഒരിക്കലും അങ്ങനെ ആരെങ്കിലും ബലി കൊടുത്തിട്ട് തനിക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പിന്നീട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തആല ആ മുജ്രിമീങ്ങളിൽ നിന്ന് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മുജ്രിമീങ്ങളാകുന്ന ആ ലിസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. അതിന് പരിശ്രമങ്ങളും പ്രാർത്ഥനയും അധ്വാനവും ആവശ്യമാണ്. വിശുദ്ധ ഖുർആനിന്റെ പഠനങ്ങൾ നമ്മൾ കഴിഞ്ഞ സൂറത്തുകളിലൊക്കെ പഠിച്ചതുപോലെ ഇതൊന്നും അല്ലാഹു വെറുതെ പറയണതല്ല, തീർച്ചയായും സംഭവിക്കുക തന്നെ ചെയ്യും. വരാനുള്ള ഒരു അവസ്ഥയാണത്, യാഥാർത്ഥ്യമാണത്, ഒരു സംശയവുമില്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ ആ മുജ്രിമീങ്ങളുടെ ആ യവദ് കൊണ്ട്, അവരുടെ ആ ആഗ്രഹം കൊണ്ട് ഒരു ഫലവും ഉണ്ടാവുകയില്ല എന്ന് തുടർന്ന് അല്ലാഹു പറയുന്നു. കല്ലാ ഇന്നഹാ ലളാ നസ്സാഅതൻ ലിശ്ശവാം. കല്ലാ, അങ്ങനെ വേണ്ട, അത് വേണ്ട. കല്ലാ, അത് വേണ്ട. ഏത് വേണ്ട? ആ കൊതി വേണ്ട. എല്ലാവരെയും കൊടുത്ത് നിനക്കങ്ങ് രക്ഷപ്പെടാമെന്ന നിന്റെ ആ കൊതി ഉണ്ടല്ലോ, മുജ്രിമീങ്ങളോട് പറയാ, അക്കൊതി അത് വേണ്ട. കല്ലാ, ആ കൊതി വേണ്ട. ഇന്നഹാ, തീർച്ചയായും അത്,
തീർച്ചയായും അത് ലള ആളിക്കത്തുന്ന നരകമാണ്. ഇന്നഹാ ലള തീർച്ചയായും അത് ആ ലള ആളിക്കത്തുന്ന നരകമാണ്. നസ്സാഅതൻ ലിശ്ശവാം തലയുടെ തൊലി ഉരിച്ചു കളയുന്നത്, നസ്സാഅതൻ ഉരിച്ചു കളയുന്നതായിട്ടാണത്. ആ ലളയിലേക്ക് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നരകത്തിന് വിവിധങ്ങളായ പേരുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാ ലള. ലള ആളിക്കത്തുന്ന നരകം. ആ നരകത്തിൽ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ അവന്റെ ഉരിച്ചു കളയുന്നതാണ്. ലിശ്ശവ തലയോട്ടിയെ തൊലി പൂർണ്ണമായി, തലയുടെ തൊലി പൂർണ്ണമായി ഉരിച്ചു നീക്കുന്നതാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അത്തരത്തിലുള്ള എല്ലാവരെയും കൊടുത്ത് നിനക്ക് രക്ഷപ്പെടാമെന്ന ഒരു വ്യാമോഹവും നടക്കൂല മോനെ. അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. കുറ്റവാളികളാകുന്ന മുജ്രിമീങ്ങളാകുന്ന ആളുകൾ എത്തിപ്പെടുന്നത് കത്തിജ്വലിക്കുന്ന നരകത്തിലേക്കായിരിക്കും. ആ ജ്വലിക്കുന്ന നരകത്തിൽ അള്ളയിൽ അവരങ്ങ് എത്തിക്കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിന്റെ പുറഭാഗങ്ങളൊക്കെ ഉരിച്ചു കളയും. കുറ്റവാളികൾക്ക് രക്ഷപ്പെടുവാനോ ഒഴിഞ്ഞു മാറാനോ ഒരിക്കലും കഴിയുകയില്ല. അവരെ ആ നരകത്തിലേക്ക് തീർച്ചയായും അവർ വിളിച്ചു കൊണ്ട് വരിക തന്നെ ചെയ്യും. നരകത്തിന്റെ കാവൽക്കാരാകുന്ന മലക്കുകളെ എല്ലാത്തിനെയും പിടിച്ചു വലിച്ച് ആ ലളയിലേക്ക് കൊണ്ട് ഇടുക തന്നെ ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തുടർന്ന് തദ്ഉ മൻ അദ്ബറ വതവല്ലാ, തദ്ഉ അത് വിളിക്കും, നരകം ആ ലള അത് വിളിക്കുന്നതാണ്. ആരെ? മുജ്രിമീങ്ങളെ. അതേപോലെ മൻ അദ്ബറ വതവല്ലാ, മൻ അദ്ബറ പിന്നോക്കം പോയവനെ അഥവാ സത്യവിശ്വാസം സ്വീകരിക്കാനുള്ള അവസരമുണ്ടായിട്ട്, അള്ളാഹുവിനെ അംഗീകരിക്കാനുള്ള അവസരമുണ്ടായിട്ട് അത് അനുസരിക്കാതെ പിന്നോക്കം പോയവനെ, എനിക്കിതൊന്നും വേണ്ട, ഈ ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിമായി ജീവിക്കുക, ഇസ്ലാമിക വേഷം ധരിച്ച് ഇസ്ലാമിക സംസ്കാരത്തോടുകൂടെ ജീവിക്കുക അതൊക്കെ പഴഞ്ചനാണെന്ന് പറഞ്ഞ് പിന്നോക്കം പോയവനെ ആ അല്ലാഹു വിളിക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. അതുപോലെ വതവല്ല പിന്നോക്കം പോയവനെയും, വതവല്ല തിരിഞ്ഞു കളഞ്ഞവനെയും പിന്നോക്കം പോവുകയും തിരിഞ്ഞു കളയുകയും ചെയ്തവനെ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും വിശുദ്ധ ഇസ്ലാമിന്റെ കൽപ്പനകളെ അവഗണിച്ച് അനുസരണക്കേട് കാണിച്ച് അതൊന്നും എനിക്ക് ചെയ്യാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് അവഗണിച്ചവനില്ലേ, അവരെ തീർച്ചയായും ആ നരകം വിളിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. അതുപോലെ ശേഖരിച്ചു വെക്കുകയും എന്നിട്ട് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തവരെ, ശേഖരിച്ചു കൂട്ടുകയും എന്നിട്ട് ചെലവഴിക്കാതെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തവരെ ആ ലള വിളിക്കും. ആ സമ്പത്ത് ഇങ്ങനെ ഇവിടുന്നു എങ്ങനെയെല്ലാം ഹലാലും ഹറാമും നോക്കാതെ ഉണ്ടാക്കി അത് ശേഖരിച്ചു. എന്നിട്ടോ ശേഖരിച്ചാൽ ആ ധനത്തിന്റെ കൃത്യമായ സക്കാത്ത് കൊടുക്കണം, പാവങ്ങളെ പരിഗണിക്കണം, ദാനധർമ്മം ചെയ്യണം. ഒന്നും ചെയ്യൂല. ഇത് അതിങ്ങനെ കുന്നുകൂട്ടി ബാങ്ക് അക്കൗണ്ടുകളിലും അതുപോലെ ബിൽഡിങ്ങുകളായും സ്ഥലങ്ങളായും പലതുമായും അതിങ്ങനെ ശേഖരിക്കും. എന്നാൽ അത് വേണ്ട വിധത്തിൽ അത് ചെലവഴിക്കാതെ കടമകൾ നിറവേറ്റാത്ത ആളുകളെയും തീർച്ചയായും ആ ലള അവരെ വിളിക്കുകയും എന്നിട്ട് ആ നരകത്തിൽ കൊണ്ടുപോയി ഇടുകയും ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ ക്ഷണിക്കും എന്ന് പറഞ്ഞ ഈ മൂന്ന് വിഭാഗത്തെ വളരെ ഗൗരവത്തോടുകൂടെ നാം കാണുകയും ആ മൂന്ന് വിഭാഗത്തിൽ നമ്മൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഒന്ന് അദ്ബർ, രണ്ട് വതവല്ല, മൂന്നാമത്തേത് സത്യവിശ്വാസം നിരാകരിക്കുന്നവർ, അതേ പ്രകാരം അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവർ, മൂന്നാമത്തേത് ധനം ശേഖരിക്കുകയും അതിനെ ചെലവഴിക്കാതെ കടമകൾ നിറവേറ്റാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നവർ, അവരെ പ്രത്യേകമായി ക്ഷണിക്കപ്പെടും എന്ന അള്ളാഹുവിന്റെ താക്കീതുകളെ ഏറെ ഗൗരവമായി കാണുവാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ കൽപ്പനകൾ, അവന്റെ നിയമങ്ങൾ, അവന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കുക,
അതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലള എന്ന നരകത്തിൽ നിന്ന്, അതേ പ്രകാരം നരകത്തിന്റെ എല്ലാവിധ ശിക്ഷാമുറകളിൽ നിന്നും നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ എല്ലാവരെയും നരകത്തിൽ നിന്ന് അള്ളാഹു തആല കാത്തു സംരക്ഷിക്കുകയും ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.